അങ്ങനെ രണ്ടാമത്തെ ബോംബും പൊട്ടി. അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പൊട്ടിച്ചത്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരും മുതിർന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ പറയുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരുന്ന് പൊട്ടി എന്നാണ്. ആദ്യം അദ്ദേഹം വന്നത് അനധികൃതമായി വോട്ട് ചേർത്തു, ഒരു വീട്ടിൽ തന്നെ 300-400 പേർക്ക് വോട്ടുകൾ ചേർത്തു, അനധികൃതമായി വോട്ടുകൾ ചേർത്തു എന്ന ആക്ഷേപവുമായിട്ടാണ് അദ്ദേഹം ആദ്യം വന്നത്. അത് എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് പൊളിഞ്ഞു പാളീസായതെന്നും അറിയാം. ഇന്നലെ അദ്ദേഹം പുതിയൊരു ആക്ഷേപവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് പട്ടികജാതിക്കാർ, പിന്നാക്ക വിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ എന്നിവരുടെ വോട്ടുകൾ വലിയ തോതിൽ വെട്ടിമാറ്റാൻ ശ്രമിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ്. നോക്കൂ, ആദ്യം കൃത്യമായിട്ടും നരേന്ദ്രമോദിക്കും BJPക്കും കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ എതിരെയാണ് രംഗത്ത് വന്നതെങ്കിൽ ഇന്നലെ അദ്ദേഹം മോദിയെ ഒഴിവാക്കി, BJPയെ ഒഴിവാക്കി, കേന്ദ്ര സർക്കാരിനെ ഒഴിവാക്കി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്നലെ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അതുപോലെ അദ്ദേഹം വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിനെയാണ്. ജ്ഞാനേഷ് കുമാർ ജനാധിപത്യത്തെ കൊല്ലാൻ കൂട്ടുനിന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. ഇക്കുറി 6000 ചില്ലുവാനം വോട്ടുകൾ, ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ കർണാടകയിലെ അലന്ത് എന്ന് പറയുന്ന മണ്ഡലത്തിൽ 6018 വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിന് അദ്ദേഹം ചില ഈ വോട്ട് നഷ്ടപ്പെടാൻ ഇടയാക്കിയ ചില കാര്യങ്ങളുടെ തെളിവുകളും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നു. 2 വ്യക്തികളെയും അവിടെ ഹാജരാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ ഇതിനുള്ള വിശദീകരണം കൊടുത്തു. അവിടെ 5994 അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. അതായത് ഇത് വ്യാജ വോട്ടാണ്, ഇത് കള്ള വോട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ 5994 അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചു. അത് പരിശോധിച്ച് അതിൽ നിന്ന് 24 എണ്ണം മാത്രമാണ് കഴമ്പുള്ളതെന്ന് കണ്ട് ബാക്കിയെല്ലാം തള്ളി. എന്നു മാത്രമല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചീഫ് ഇലക്ടറൽ ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് പോലീസിന് പരാതി കൊടുത്തു. ഇത് 2023 ഫെബ്രുവരിയിൽ തന്നെ നടന്ന കാര്യമാണ്. ഫെബ്രുവരിയിൽ തന്നെ പരാതിയും കൊടുത്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഒരു വോട്ടറുടെയും പേര് ഓൺലൈനായി നീക്കം ചെയ്യാൻ സാധിക്കില്ല. അത് ആ ആളിനെ നേരിൽ വിളിച്ചു വരുത്തി അന്വേഷിച്ച്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആളിനെ നേരിൽ വിളിച്ചു വരുത്തി അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ നടപടി സാധിക്കുകയുള്ളൂ. അത് ഓൺലൈനിലൂടെ ഒരു വോട്ടറുടെയും വോട്ടവകാശം നിഷേധിക്കാൻ, തകർക്കാൻ, ഇല്ലാതാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു വ്യവസ്ഥ ഇവിടെ ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത് ചില ഓൺലൈൻ ഹാക്കർമാരെയൊക്കെ സ്വാധീനിച്ച് അങ്ങനെ ചില പദ്ധതികളിലൂടെ ഓൺലൈനായി ഈ വോട്ടർമാരുടെ വോട്ടവകാശത്തെ ഇല്ലാതാക്കി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത് നടക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ സംബന്ധിച്ച് 2023 തന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ ഭരിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ്. സ്നേഹത്തിൻ്റെ കടയാണ് അവിടെ തുറന്നിരിക്കുന്നത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഓൺലൈനിലൂടെ വോട്ടവകാശം നിഷേധിച്ചെങ്കിൽ, അല്ലെങ്കിൽ വോട്ടവകാശം വെട്ടിമാറ്റിയെങ്കിൽ അതിനെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കാൻ അവിടുത്തെ പോലീസിനോട് നിർദ്ദേശിക്കണം എന്ന് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരൻ തന്നെയായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് എന്തുകൊണ്ട് രാഹുൽ നിർദ്ദേശിക്കുന്നില്ല? അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിച്ചു, അങ്ങയുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകളിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അങ്ങ് എന്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നില്ല എന്ന് ചോദിച്ചു. അതിന് രാഹുലിൻ്റെ ഉത്തരം വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്നതായിരുന്നു, ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജോലി അതല്ല,
എൻ്റെ ജോലി ജനാധിപത്യം സംരക്ഷിക്കലല്ല. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണിത് പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കാണുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് തുല്യനായിട്ടാണ്. പ്രധാനമന്ത്രി നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യം ആ നിയമം നിർമ്മിച്ച് പാർലമെന്റിലും രാജ്യസഭയിലുമൊക്കെ അത് പാസാക്കി വിവിധ വകുപ്പുകളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ രാജ്യം ഭരിക്കുമ്പോൾ ആ നിയമങ്ങളിൽ, ആ കൊണ്ടുവന്ന നിയമങ്ങളിൽ, അത് കൊണ്ടുവന്നതിന് ശേഷം അത് നടപ്പാക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലും പിഴവുകൾ പറ്റിയാൽ അതിശക്തമായി ചോദ്യം ചെയ്യുകയും അവിടെ ഒരു തിരുത്തൽ ശക്തിയായി വർത്തിക്കുകയും ചെയ്യുന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷത്തിന്റെ ധർമ്മം അതാണ്. ജനാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഒരർത്ഥത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് പ്രതിപക്ഷമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്നായ ഈ നമ്മുടെ ലെജിസ്ലേച്ചറിനെ, ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ കൂട്ടത്തെ, ആ കൂട്ടത്തിൽ ഏറ്റവും അതികായനായി നിൽക്കുന്ന, ഏറ്റവും ശക്തനായി നിൽക്കുന്ന, ഏറ്റവും വലിയ തിരുത്തൽവാദിയായി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ജനാധിപത്യം സംരക്ഷിക്കൽ എൻ്റെ ജോലിയല്ല എന്ന്. അദ്ദേഹം പറയുന്നു, തുടർന്ന് പറയുന്നു, ഞാൻ ഈ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുകയുള്ളൂ, അല്ലാതെ എനിക്ക് ജനാധിപത്യം സംരക്ഷിക്കാനൊന്നും കഴിയില്ല, ഞാൻ അതിന് തയ്യാറല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്താണ്? ആദ്യം കൊണ്ടുവന്ന അദ്ദേഹം ഈ കർണാടകയും അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുമാണ് പിടിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു മണ്ഡലത്തിൽ, രജൂര എന്ന് പറയുന്ന മണ്ഡലത്തിൽ 6850 വോട്ട് ചേർക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഈ ആരോപണത്തിനോടൊപ്പം ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം അതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പരാതി കൊടുക്കാനോ തൻ്റെ കൈവശമുള്ള തെളിവുകൾ കൈമാറാനോ സത്യവാങ്മൂലം കൊടുക്കാനോ ഒന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ട് അതനുസരിച്ചിട്ടില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കൽ എൻ്റെ ജോലിയല്ല എന്നാണ്. പിന്നെ എന്താണ് സാർ അങ്ങയുടെ ജോലി? അങ്ങ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ തിന്നു കുടിച്ച് സുഖിച്ച് ജീവിക്കലാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതോ ഈ രാജ്യത്തെ ഈ പറഞ്ഞ പാവങ്ങളായ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ വോട്ടവകാശം സംരക്ഷിക്കലാണോ? ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കലാണോ? ഈ രാജ്യത്തെ സർക്കാർ ചെയ്യുന്ന നടപടികളെ അതിസൂക്ഷ്മം ജാഗ്രതയോടെ നിരീക്ഷിച്ച് അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയാണോ താങ്കൾ ചെയ്യുന്നത്? അതോ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും അല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ, ഇങ്ങനെ അടിക്കടി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തൻ്റെ വ്യക്തി ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന, ആയിക്കൊള്ളൂ, അങ്ങയുടെ വ്യക്തി ജീവിതം അത് അങ്ങയുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ അങ്ങ് പ്രതിപക്ഷ നേതാവ് കൂടിയാണ്, ആ കടമ മറന്നു പോകരുത്. പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം ജനാധിപത്യത്തെ സംരക്ഷിക്കൽ തന്നെയാണ്, അല്ലാതെ അതിനെ എറിഞ്ഞു കളയുകയല്ല, അതെൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി. ഇങ്ങനെ നിരന്തരം, ഇപ്പോൾ ആദ്യം ഒരു ബോംബ് പൊട്ടിച്ചു, ഇന്നലെ വന്നപ്പോൾ അത് ഇന്നലെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് ആദ്യം പറഞ്ഞു, കുറേ മാധ്യമങ്ങളും അത് പ്രചരിപ്പിച്ചു. പക്ഷേ പൊട്ടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇത് ഹൈഡ്രജൻ ബോംബല്ല, ഹൈഡ്രജൻ ബോംബ് പിന്നാലെ വരുന്നുണ്ട്, ഇതൊരു സാധാ ബോംബാണ് എന്നാണ് രാഹുൽ പറഞ്ഞത്. ഇത്തരത്തിൽ നമുക്കറിയാം, ഈ മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയുള്ള ഒരു ഏജൻസി, ഇതൊക്കെ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു ഏജൻസി തങ്ങൾക്ക് തെറ്റുപറ്റി, ആദ്യത്തെ രാഹുലിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് നമ്മൾ കണ്ടു. ഈ ആധികാരികമല്ലാത്ത രേഖകൾ, ആധികാരികമല്ലാത്ത വിവരങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്താണ്? ജനാധിപത്യത്തെ സംരക്ഷിക്കലല്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞ അദ്ദേഹം ജനാധിപത്യത്തെ തകർക്കാനാണോ ശ്രമിക്കുന്നത് എന്നാണിപ്പോൾ ഉയരുന്ന സംശയം. ഇത്തരത്തിൽ വലിയ ദുരൂഹത ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഇത് കൃത്യമായിട്ടും നമ്മുടെ സർക്കാരുകൾ ഇതേക്കുറിച്ച്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകേണ്ടതാണ്. ഈ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ നിരന്തരം പൊള്ളയായ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൽ നിന്ന് ഉന്നയിച്ചതിന് ശേഷം ഓടി ഒളിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഈ രാജ്യത്തെ
പൗരന്മാർ, വോട്ടവകാശമുള്ള പൗരന്മാർ അറിയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ ആ ചോദ്യത്തിന് തീർച്ചയായിട്ടും മറുപടി ലഭിക്കണം. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ഉയരുന്ന ആവശ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.